ഹായ് പ്യാരെ വെച്ചാണ് സാറാണ് എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 3 ദിവസം മാത്രമേ നമ്മുടെ പരീക്ഷ തുടങ്ങാനുള്ളൂ. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സാറിന് അറിയാം. അടിപൊളിയാവട്ടെ, എല്ലാവർക്കും പരീക്ഷ എളുപ്പമാവട്ടെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സാർ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഗതിവിധി എന്ന് പറഞ്ഞിട്ട് 1, 2, 3 അങ്ങനെ 5 ഗതിവിധി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 5, 6 ഗതിവിധി തരും. അല്ല 5 നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് വരിക. അപ്പോൾ ഇതേപോലെ ഒരു സൂചന തരും നോക്കാം. ചിത്ര കെ സ്ഥാൻ പർ, ചിത്രത്തിന്റെ സ്ഥാനത്തെ ശബ്ദ ചോഡ്കർ കഹാനി കാ പുനർലേഖൻ കരേ. അപ്പൊ നിങ്ങൾക്ക് ആ ചിത്രം തന്നതിന്റെ സ്ഥാനത്ത് അതിന് എന്താണോ പറയുന്നത് ആ പേരാണ് നമ്മൾക്ക് എഴുതി കൊടുക്കേണ്ടത്. എന്നിട്ട് താഴെ ബ്രാക്കറ്റിൽ കുറെ പേര് തന്നിട്ടുണ്ട്. പേഡ്, മോർ, ഹിരൺ, ബാൻസുരി ഓർ ഖർഗോഷ്. ഖർഗോഷ് ഈ തരത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. അജയ് എന്നിട്ടൊരു മരത്തിന്റെ ചിത്രമാണ്. കെ നീച്ചെ ബൈറ്റ് കർ. അപ്പം അജയ് എന്ത് ചെയ്യാണ്, ആ ഒരു മരമാണ് അവിടെ. അപ്പൊ ആ മരം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നു. മരത്തിന്റെ നീച്ചെ ബൈഡ്കർ, താഴെ ഇരുന്നു കൊണ്ട്. അപ്പൊ ഇത് മരമാണ്. അപ്പൊ മരത്തിന്റെ അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? പേഡ് എന്ന് എഴുതി കൊടുക്കണം അല്ലെ. ബ്രാക്കറ്റിൽ നമുക്ക് കാണാം മരത്തിന് പേഡ് എന്നാണ് പറയാൻ നമുക്കറിയാം. അപ്പൊ ആ പേഡ് നമ്മൾ എടുത്തു. പേഡ്. അപ്പം പേഡ് കെ നീച്ചെ ബൈഡ്കർ. പിന്നെ ഇവിടെ എന്തോ കാണുന്നുണ്ട്. അത് സാറ് ഓടക്കുഴലാണല്ലോ. അപ്പൊ ആ ഓടക്കുഴൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ബച്ചാരഹാദ. അപ്പൊ ഓടക്കുഴൽ എന്ത് ചെയ്തു? വായിച്ചു അല്ലെ. അപ്പൊ അതിന് ഓടക്കുഴൽ നമ്മൾ ബാൻസുരി എന്നാണ് പറയുന്നത്. അപ്പൊ നേരെ എന്ത് ചെയ്യുക, അവിടെ അത് എഴുതി വെക്കുക അല്ലേ, ബാൻസുരി. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? എഴുതി കൊടുത്തു. അപ്പൊ ബാൻസുരി ബജാരഹാഥ. മാത്രല്ല മീട്ടി ആവാസ് സുൻകർ. ഈ ബാൻസുരി വായിച്ചപ്പോൾ നല്ല മധുരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് പിന്നെ മയിലിനെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ മയിൽ എന്ത് ചെയ്തു? നാച്ച് തേലക എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തു. അപ്പൊ മയിലിന് നമ്മൾ പറയുന്ന പേര് മോർ എന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതി വെക്കുന്നു. സിമ്പിൾ അല്ലേ? എന്നിട്ട് അടുത്ത വായിച്ചു നോക്കാം. ഈ തിനേമ, ഈ സമയത്ത് പിന്നെ ഒരു മാനിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. മാനിന് നമ്മൾ പറയുന്നത് ഹിരൺ എന്നാണ്. അപ്പൊ അത് ഇവിടെ എഴുതി വെക്കുന്നു ഈ ചിത്രത്തിന്റെ ഇവിടെ, ഹിരൺ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മാൻ എന്ത് ചെയ്തു? ഹിരൺ, മാനും ഓർ പിന്നെ ആരും കൂടി ഉണ്ട് ഇവിടെ. മനോഹരമായിട്ട് വെളുത്തൊരാളെ കാണുന്നുണ്ട്. മുയലാണത്. മുയലിന് നമ്മൾ പറയുന്ന പേര് ഖർഗോഷ് എന്നാണ്. അപ്പൊ ആ ഖർഗോഷ് എന്നുള്ളത് മുയലിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കുന്നു. ഖർഗോഷ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ എഴുതി. ഖർഗോഷ് എന്ത് ചെയ്തു? സബ് നെ മിൽക്കർ ഖുഷിയാ മനായി അല്ലെ. എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഇതിൽ പങ്കുചേർന്നു അല്ലെ. അപ്പൊ എന്താണ്, ഇതൊരു കഥയായിട്ട് മാറി. അപ്പൊ ഈ ചിത്രത്തിന്റെ സ്ഥാനത്താണ് മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതിന്റെ പേരുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്റെ മക്കൾ കണ്ടെത്തിയാൽ മാത്രം മതി. ഇത്തരത്തിൽ നിങ്ങളുടെ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്കായിരിക്കും ഈ ആക്ടിവിറ്റിക്ക് എന്റെ മക്കളെ കാത്തിരിക്കുന്നത്. അപ്പൊ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് 5 മാർക്ക് നേടാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലൊരു ചോദ്യം ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രതീക്ഷിച്ച് നിൽക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത എല്ലാ മക്കൾക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിരിക്കുക. അഗല ക്ലാസ് മേ സർഫിർ മിലേഗാ. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.